അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ യാതൊരു തെളിവില്ല, അപ്രൂവർമാരുടെ മൊഴി അവർക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല, അദ്ദേഹം നിരപരാധിയാണെന്നാണ്. അപ്പോൾ അദ്ദേഹം അതിനോടൊപ്പം പറയുന്നത് ഡൽഹി കോൺഗ്രസ് പാർട്ടി ഇത്രയും കാലം അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട്, ഒരു തെളിവില്ലാത്തൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള BJPയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആരോപണങ്ങളാണ് ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന അജയ് മാക്കനെ പോലെയുള്ള സീനിയർ നേതാക്കളും കഴിഞ്ഞ വർഷം വരെ ഉന്നയിച്ചത്. INDA അലയൻസിലേക്ക് ആം ആദ്മി പാർട്ടി ഇറങ്ങിയതോടുകൂടി ഗംഗയിലേക്ക് മുങ്ങുന്ന ആൾക്കാരൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ അരവിന്ദ് കെജ്രിവാൾ പെട്ടെന്ന് ശുദ്ധീകരിക്കപ്പെട്ടതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ പറഞ്ഞിരുന്ന നിലപാട് ഇതല്ല എന്ന് ഞാൻ പറയട്ടെ. 2, ഇലക്ട്രൽ ബോണ്ട് ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നോക്ക്, എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നൊരു സംവിധാനം ഏർപ്പെടുത്തിയത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം വരുന്നതിന് മുൻപ് വരെ 20,000-ൽ താഴെയുള്ള കോൺട്രിബ്യൂഷൻസിന് യാതൊരു കണക്കും ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതായത് 20,000-ന് മുകളിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നുള്ളൂ, അതിന് റെസീറ്റ്സ് ഇഷ്യൂ ചെയ്തിരുന്നുള്ളൂ, നോൺ സോഴ്സസ് ആയിട്ട് കാണിച്ചിരുന്നുള്ളൂ. അതിന് താഴെയുള്ള സംഭാവനകൾ മുഴുവൻ അൺനോൺ സോഴ്സസ് എന്നാണ്. ഇത് കള്ളപ്പണത്തിൻ്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമായിട്ട് നിൽക്കുകയായിരുന്നു. 2017 വരെയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് സംഭാവനകൾ നോക്കിക്കഴിഞ്ഞാൽ, രാഷ്ട്രീയ സംഭാവനകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 96%, അതായത് ഈ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുമ്പാകെ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഹർജി സമർപ്പിച്ചിട്ടുള്ള അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ADR തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 96% അൺനോൺ സോഴ്സസ് ആയിരുന്നു. ഏതാണ്ട് 150 കോടി രൂപ 2018 കാലഘട്ടത്തിൽ മാത്രം കള്ളപ്പണമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ടത് ഇങ്ങനെയുള്ള സംഭാവനകളിലൂടെയാണ്. ഇതിനെ ട്രാൻസ്പെറൻ്റ് ആക്കാനും ഇതിനെ അക്കൗണ്ടബിൾ ആക്കാനും ഇതിൻ്റെ സെക്യൂരിറ്റി എൻഷർ ചെയ്യാനാണ്. ഇത് സംഭാവന ചെയ്യുന്ന ആളുകൾക്ക് സ്വകാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ, ഒരു വ്യവസായിയായിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഇന്ന പാർട്ടി രാജ്യം ഭരിച്ചാലാണ് വ്യവസായ അന്തരീക്ഷം നന്നാവുക എന്നൊരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയോട് മാനസികമായിട്ടുള്ള അനുഭാവമുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ഒരു പാർട്ടിക്ക് സംഭാവന കൊടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല. അദ്ദേഹം BJPക്ക് 1 ലക്ഷം രൂപ കൊടുത്തു. അടുത്ത ദിവസം കോൺഗ്രസ്സുകാർ CPM അയാളുടെ വീട്ടിൽ വരും, നിങ്ങൾ അവിടെ 1 ലക്ഷം കൊടുത്താൽ ഞങ്ങൾക്ക് 2 ലക്ഷം തരണം എന്ന് പറയും. അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഇവിടെ നാട്ടിൽ വ്യവസായം നടത്താൻ കഴിയാത്ത സാഹചര്യം വരും. ഇങ്ങനെ ആരെയും ഭയക്കാതെ വോളണ്ടറി ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് സ്വകാര്യമായിട്ടും രഹസ്യമായിട്ടും ചെയ്യാനുള്ളൊരു ഏർപ്പാട് എന്നുള്ള രീതിയിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോണ്ട് BJP ഒരു ദിവസം പ്രഖ്യാപിക്കുകയല്ല ചെയ്ത്, ഇടപെടരുത്, അങ്ങയുടെ ഒഴുത്തിൽ അങ്ങ് സംസാരിച്ചോളൂ. BJP ഒരു ദിവസം പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്, അതൊരു മണി ബില്ലായി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടാണ്. എങ്ങനെയാണ് ബാങ്കിലൂടെ മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ നടപ്പാക്കപ്പെടുന്നുള്ളൂ. SBI എന്ന് പറയുന്ന നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രമാണ്. അതായത് KYC ഡീറ്റെയിൽസ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഒരാൾ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നത്. ആ ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നത് രാജ്യത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് 15 ദിവസത്തിനുള്ളിൽ ആ പണം എൻകാഷ് ചെയ്യിക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. ഒരു അൺനോൺ സോഴ്സസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാ പാർട്ടികളും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ്. ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് 1232 കോടി രൂപ ഈ പറയുന്ന 2019-നും 2024 ഇടയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ടായിട്ടാണ്. ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് തന്നിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് അറിയോ? ഈ പറയുന്ന ആളുകളുടെയൊക്കെ പരിശോധിച്ചിട്ട് ഇതിൽ തെറ്റായിട്ടുള്ള കച്ചവടങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പണം നിങ്ങൾ മടക്കി കൊടുക്കുമോ? ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടി സംഭാവന സ്വീകരിക്കുന്ന സമയത്ത് ആളുകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിരുന്നു. ഇതൊക്കെ വളരെ ലെയിമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അക്യൂസേഷൻ നടത്തുക എന്നല്ലാതെ നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്?